പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. GCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ ഇളയവന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തിൻ്റെ വചനസത്യം വീണ്ടും നിങ്ങളോട് സംസാരിക്കുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നൽകിയതുകൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അതുപോലെ ഇതിൻ്റെ മറ്റ് സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും തിരുവചനത്തിലൂടെയുള്ളതായ സത്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഈ വചനം കേൾക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വചനം യഥാർത്ഥമായി അതിൻ്റെ വസ്തുതകളെ ഗ്രഹിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2-3 ആഴ്ചകളായി അന്യഭാഷ എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നും അതേ വിഷയത്തിൻ്റെ 4-ാമത്തെ ഭാഗം സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിഷയം തൽക്കാലം ഇതോടുകൂടെ ഇവിടെ അവസാനിപ്പിക്കുവാനും താല്പര്യപ്പെടുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശ്രദ്ധയോടെ അത് വീക്ഷിക്കുകയും അതിൻ്റെ വസ്തുതകൾ ഗ്രഹിക്കുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാരംഭമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാലം അതിൻ്റെ അവസാന നാളുകളിലേക്ക് അടുത്തിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്ന വിഷയങ്ങളാണ് ഇന്ന് ലോകത്തിൽ ഓരോന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തിരുവചനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളതിനെ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഏറ്റവും നമ്മോട് അടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയുവാൻ കഴിയുന്നു. പ്രത്യേകമായി ലോകത്തിൽ നടക്കുന്ന മറ്റിതര സംഭവങ്ങളെക്കാൾ അധികമായി നാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ആത്മീയ മണ്ഡലത്തെ ശത്രുവാകുന്നവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് ആത്മീയരെന്ന് അവകാശപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ ശത്രുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ദൈവവചനത്തിൻ്റെ വസ്തുതകളെ ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാവർക്കും അത് ഒരുപോലെ സുഗ്രാഹ്യമാകുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും വചനവുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യാദികളെക്കുറിച്ച് സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും വളരെ ശ്രദ്ധയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയാതെ പോയാൽ തീർച്ചയായിട്ടും ഒടുവിൽ വളരെ നിരാശ അനുഭവിക്കേണ്ടി വരും. അന്ന് നിരാശപ്പെട്ടിട്ടും
പ്രയോജനമുണ്ടാവുകയില്ല. ഇന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടും പോലെ മനസ്സിലാക്കി അതിനനുസരണമായിട്ട് കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഒടുവിൽ നിരാശപ്പെടാതിരിക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ. അങ്ങനെയുള്ളതായ ഒരു ആത്മീയ നിലവാരം പടുത്തുയർത്തുവാൻ ഓരോ ദൈവമക്കളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ദൈവവചനത്തിൻ്റെ സത്യത്തിന് വേണ്ടിയുള്ളതായ ഒരു ദാഹം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം അന്യഭാഷ എന്ന വിഷയത്തെ സംബന്ധിച്ചാണല്ലോ. വിവിധ നിലകളിലുള്ളതായ അഭിപ്രായ ഭിന്നതകളും സ്തോത്രം ഒക്കെ ഉള്ളതായ ഒരു വിഷയഭാഗമാണ് ഈ അന്യഭാഷ എന്ന വിഷയം. അത് വസ്തുതകൾ ഗ്രഹിക്കുവാൻ പലപ്പോഴും പലർക്കും കഴിയാതെ പോവുകയും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ ലോകവ്യാപകമായി ക്രൈസ്തവ സമൂഹത്തിൽ കടന്നു കയറിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ളതായ സ്തോത്ര അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കാര്യങ്ങളെ ശരിക്കും പഠിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം നിലകൊള്ളേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അന്യഭാഷ എന്ന വിഷയം ആദ്യമായി ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ അത് നമുക്ക് തെളിവായി കാണുകയാണ്. അന്ന് അന്യഭാഷകളിലാണ് സംസാരിച്ചു തുടങ്ങിയത് എന്ന് വളരെ വ്യക്തമായിട്ടും ആ വചനഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എന്നാൽ അതിൻ്റെ ഒരു വ്യത്യാസം, ഇന്ന് അത് വളരെ ലോഭിച്ചു പോയിരിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷകളിലാണ് സംസാരിച്ചു തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അത് വളരെ ശോഷിച്ച് അന്യഭാഷയായി മാറിയിരിക്കുകയാണ്. അന്യഭാഷ എന്ന് മാത്രമല്ല, അതിപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ക്രിസ്തീയ ഗോളത്തിൽ. അത് വ്യക്തമായിട്ടും ഓരോ ക്രിസ്തുവിശ്വാസികളും മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്തുദ്ദേശത്തോടു കൂടിയാണ്, അതെങ്ങനെയാണ് ഈ കൃപാവരത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു ധാരണയോടുകൂടെ നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ എന്ന കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അന്ത്യനാളുകളാകിയാൽ കാര്യങ്ങൾ അതിൻ്റെ ശരിയായ നിലയിൽ പഠിക്കാതെ, സ്തോത്രം, അവരവരുടെ താല്പര്യമനുസരിച്ചും അല്ലെങ്കിൽ അവരവർ നിലകൊള്ളുന്ന സംഘടനകളുടെ നിർദ്ദേശങ്ങൾക്കനുസരണമായിട്ടും ദൈവാത്മാവ് നൽകിയിരിക്കുന്ന ഉപദേശത്തിൻ്റെ സത്യത്തെ അനുസരിക്കാതെ പോയാൽ നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ വളരെ ദുഃഖിക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യം നാം മറന്നുപോകാതെ അതിനെ വളരെ ഗൗരവമായിട്ട് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി അന്യഭാഷാ ഭാഷണം ആരംഭിച്ചപ്പോൾ ഏതാണ്ട് 15ഓളം ഭാഷക്കാരായ യഹൂദന്മാരുടെയും യഹൂദ മതാനുസാരികളുടെയും ഭാഷകളിൽ ശിഷ്യന്മാർ സംസാരിച്ചു എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പർത്യരും മേദ്യരും എലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദിയിലും കപ്പോദോക്യയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും പൊന്തോസിലും ആസിയിലും മിശ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ
നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം ഈ ഒരു വരത്തെ നൽകുമ്പോൾ 15-ലധികം ഭാഷക്കാരായ യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായ വിവിധ രാജ്യക്കാരായ ആളുകൾ കൂടിയിരുന്ന ഓരോരുത്തരുടെയും ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നവർ കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്കത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു, അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മുകളിൽ പറഞ്ഞ ഭാഷക്കാരോട് ദൈവത്തിൻ്റെ വൻകാര്യമായ സുവിശേഷം അവരവരുടേതായ ഭാഷകളിൽ പ്രസ്താവിക്കുവാൻ ദൈവം ചെയ്ത ഒരു താൽക്കാലിക ക്രമീകരണമായിരുന്നു അന്യഭാഷകളുടെ വരം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയും. സ്തോത്രം. കാരണം താൽക്കാലികമായിട്ടുള്ള ഒരു ക്രമീകരണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ദൈവവചനത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അന്യഭാഷാ വരം നിന്നുപോകുവാൻ ഇടയാകുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. പ്രവചനവും നീങ്ങിപ്പോകും, അന്യഭാഷ നിന്നുപോകും, ജ്ഞാനവും നീങ്ങിപ്പോകുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഒരിക്കലും നീക്കം വരാത്ത ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹം എന്ന വിഷയമാണ്. അതൊരിക്കലും നീക്കം വരാത്തതും നീക്കം വരുത്തുവാൻ ആരാലും കഴിയാത്തതുമായ നിലനിൽക്കുന്നതുമായ ഒരു കാര്യമാണ് എന്ന് ആ അധ്യായ ഭാഗം നമ്മൾ ആദ്യമോടെ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതെന്താണ് കാര്യമെന്നും നമുക്കറിയാം. സ്തോത്രം. അന്യഭാഷകൾ ആദ്യമായി സംസാരിച്ചപ്പോൾ കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നന്നായി മനസ്സിലാകുന്നതും അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന നിലയിലുമാണ് അവർ പെന്തക്കോസ്ത് നാളിൽ സംസാരിച്ചത് എന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണെന്ന് കേൾവിക്കാർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ച വാക്കുകൾ സ്തോത്രം നാവുകൊണ്ട് തെളിവായ വാക്കുകളായിരുന്നു സംസാരിച്ചത് എന്ന്, അങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകുമല്ലോ എന്ന് കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. ഇന്നത്തെ ഭാഷാവാദികളുടെ വാക്കുകൾ കേട്ടാൽ വിശുദ്ധ പൗലോസ് പറഞ്ഞതിനോട് വളരെ ഒത്തുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാറ്റിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകും. കാരണം വ്യക്തതയില്ലാത്തതും ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്തതുമായ അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ആർക്കും ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. ചില കൺവെൻഷനുകളിലൊക്കെ നടക്കുന്ന ഒരു സംഭവം, പാട്ടുകൾ പാടുവാനായിട്ട് കടന്നു വരുന്നവർ ശരിയായിട്ടുള്ള നിലയിൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് മാനസാന്തരപ്പെട്ടിട്ടില്ലാത്ത ചില ഗായകന്മാരുമായിരിക്കുന്ന ആളുകൾ, അവരാണ് ദൈവസഭയെ അഥവാ ആരാധനയെ നയിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. പാട്ടുകാരായ ചില പുരുഷന്മാരും താടിയും മീശയും ഒക്കെ നീട്ടി വളർത്തി തലമുടിയൊക്കെ വളച്ചു കെട്ടി സ്റ്റേജിൽ നിന്നുകൊണ്ട് പാസ്റ്റർമാരെയും ജനത്തെയും നിയന്ത്രിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു.
ഇതൊക്കെ വളരെ വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരക്കാരായ ആളുകളുടെ ഇടയിൽ നടക്കുന്നത് ദൈവികമാണോ അതോ പൈശാചികമാണോ എന്ന് സ്തോത്രം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമായിരിക്കും. അല്ലാതെ വെറും ഭ്രാന്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ദൈവികമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതൊക്കെ പൈശാചികമായിട്ട് കടന്നു വരുന്ന സംഭവങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഏതാണ്ട് 95% ഇത്തരക്കാരുടെ സ്തോത്രം കോലാഹലങ്ങളാണ് കാണുവാൻ കഴിയുന്നു. യഥാർത്ഥമായി ഒരാത്മീയ നിലവാരം എവിടെയും കാണുവാനായിട്ട് കഴിയുന്നില്ല. സ്തോത്രം. മറ്റുള്ളതായ സമുദായക്കാരായ ആളുകളോ മറ്റുള്ളവരെയോ ഞാൻ ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അവരാരും രക്ഷിക്കപ്പെട്ടവരെന്ന് അവകാശപ്പെടാത്തവരായതുകൊണ്ട് അവരവരുടേതായ സംഘടനാ നിലവാരങ്ങൾ അനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ദൈവമക്കളാണ്, വിശ്വാസികളാണ്, ദൈവരാജ്യത്തിന് പങ്കാളികളാണ് എന്നൊക്കെ അവകാശപ്പെടുന്നതായ ആളുകൾ യഥാർത്ഥമായി ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ തിരിച്ചറിയാതെ പൈശാചികമായിട്ടുള്ള ഇത്തരം കോലാഹലങ്ങൾ കാട്ടുമ്പോൾ സ്തോത്രം അത് വളരെ വിചിത്രമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വേദപുസ്തക ചരിത്രത്തിൽ എവിടെയെല്ലാം അന്യഭാഷകൾ സംസാരിച്ചുവോ അവിടെയെല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ സ്പഷ്ടമായി സംസാരിച്ചതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പെന്തക്കോസ്ത് നാളിൽ 15ഓളം ഭാഷകളിൽ വ്യക്തമായി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ സംസാരിച്ചു. അതും ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ് സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ശിഷ്യന്മാർ സംസാരിച്ചത് അവരുടെ ഓരോരുത്തരുടെയും മാതൃഭാഷകളിലാണ് സംസാരിക്കുന്നതെന്നും ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്നും അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിലുള്ളതായ ഒരു സാഹചര്യമായിരുന്നു പെന്തക്കോസ്ത് നാളിലുണ്ടായിരുന്നത്. എന്നാൽ അവസ്ഥകൾക്ക് കാലങ്ങൾ കഴിയും തോറും മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ സ്തോത്രം അത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല. സ്തോത്രം ബഹുഭൂരിപക്ഷവും നമുക്ക് കാണുവാൻ കഴിയുന്നത് ശത്രുവിൻ്റെ സ്തോത്രം നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം, ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി, ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. യെരൂശലേമിൽ പെന്തക്കോസ്ത് ആരാധനയ്ക്കായി കടന്നു വന്നവരായിരുന്നു ഈ യഹൂദന്മാരും യഹൂദ മതാനുസാരികളൊക്കെ. മർക്കോസിന്റെ മാളികമുറിയിൽ കൂടിയിരുന്ന ദൈവമക്കളുടെ ഇടയിൽ ചില അത്ഭുത പ്രതിഭാസങ്ങൾ നടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായതായ ശബ്ദം മുഖാന്തിരമായിട്ട് എന്താണ് ആ കാര്യമെന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് അവരെല്ലാവരും അവിടെ ഓടിക്കൂടിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരവിടെ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടായ അവരുടെ അനുഭവം, തങ്ങൾ ഓരോരുത്തരും കടന്നു വന്ന തങ്ങളുടെ മാതൃഭാഷ സംസാരിക്കുന്ന അതേ നിലയിൽ ഇവിടെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ അമ്പരന്നു പോയി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ശിഷ്യന്മാർക്ക് സ്തോത്രം യെരൂശലേമിലെ അല്ലെങ്കിൽ യഹൂദിയ ഭാഷയിൽ മാത്രം സംസാരിക്കുവാൻ കഴിവുള്ളവരാണ്.
മറ്റ് യാതൊരു വിധമാകുന്ന ഭാഷകൾ സംസാരിച്ചുള്ള പരിചയമോ അറിവോ ഇല്ലാത്ത വ്യക്തി ജീവിതങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു. അത് അനേക ഭാഷകളിൽ അവർ സംസാരിക്കുന്നു. അതാണ് അവരെ അമ്പരപ്പെടുത്തി കളഞ്ഞത് എന്ന് സ്തോത്രം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ശിഷ്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഈ യഹൂദന്മാർക്കും യഹൂദ മതാനുസാരികളുമായിരിക്കുന്ന വിവിധ ഭാഷക്കാരായിരിക്കുന്ന അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞത് കൊണ്ടാണ് അവർ അമ്പരന്നു പോയത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. പെന്തക്കോസ്ത് നാളിന് ശേഷം കർത്താവിൻ്റെ ശിഷ്യന്മാർ പല സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുകയും ആയിരക്കണക്കിന് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു. എങ്കിലും പെന്തക്കോസ്ത് ദിവസത്തെ പോലെയുള്ളതായ ഒരാത്മപകർച്ച ഉണ്ടായത് കൊർന്നല്യോസിന്റെ ഭവനത്തിലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ തന്നെ പത്രോസിന്റെ പ്രസംഗം കേട്ടതായ ഏതാണ്ട് 3000-ഓളം യഹൂദന്മാർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നു എന്നും അതിനുശേഷം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും സ്തോത്രം അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോരുന്നു എന്ന് നമുക്ക് അവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നതായ ആളുകളെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തു എന്നും ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ചുള്ളതായ ഒരു ആത്മീയ നിലവാരമാണ് അവരിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഈ അപ്പോസ്തലന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായ 3000 പേരെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചാൽ അവർ വിശ്വസിച്ച് കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് അപ്പോസ്തലന്മാരോട് ചേർന്ന് നിൽക്കുകയും പിന്നീട് അവരെ കർത്താവ് സഭയോട് ചേർക്കുകയും ചെയ്തു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എങ്കിലും അവരാരും അന്യഭാഷകളിൽ സംസാരിച്ചതായിട്ടോ മറ്റ് കൃപാവരങ്ങൾ ഒന്നും അവർ പ്രകടമാക്കിയതായിട്ടോ ഒന്നും അവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ സ്തോത്രം, കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റതായ പ്രിയപ്പെട്ടവരെ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോരുന്നതായ പ്രിയപ്പെട്ടവരെയാണ് കർത്താവ് തൻ്റെ സഭയോട് ചേർക്കുവാൻ ഇടയായി തീർന്നത് എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. അന്യഭാഷയെക്കുറിച്ച് വിവിധ നിലകളിൽ പഠിപ്പിക്കുകയും അതില്ലാതെ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്ന് ശഠിക്കുകയും ഒക്കെ ചെയ്യുന്നതായ സ്തോത്രം ആളുകൾ ദൈവവചനത്തിൻ്റെ നിർമ്മലമാകുന്ന സത്യം ഗ്രഹിക്കണം. പാരമ്പര്യമായിട്ട് നമ്മുടെ സംഘടനകൾ പഠിപ്പിച്ചു വരുന്ന നിലവാരങ്ങൾ അനുസരിച്ച് സംഘടനയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് പോയാൽ ദൈവരാജ്യത്തിൽ ചെന്നു ചേരുവാൻ കഴിയുകയില്ല. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളാണ് അംഗീകരിക്കേണ്ടത്. വചനം ദൈവമാണല്ലോ. ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് നാം അപ്പടി പ്രാവർത്തികമാക്കി എടുക്കേണ്ടത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. പെന്തക്കോസ്ത് നാളിന് ശേഷം കൊർന്നല്യോസിന്റെ ഭവനത്തിലുണ്ടായതായ ആത്മപകർച്ചയെ സംബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 47 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ
വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുകയും ചെയ്യുന്നത് കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നത്. പത്രോസിന്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ചവരായ ആ കൊർന്നല്യോസിന്റെ ഭവനക്കാരായ ജാതികളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. അവർ ദൈവവചനം കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുവാനിടയായത്. അവരിൽ പകർന്നതായ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെയാണ് അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുകയും ചെയ്യുന്നത് കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞത്. ആ വിധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും അതാണ് അതിൻ്റെ വസ്തുത എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. അപ്പോഴാണ് പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു പോയി എന്നാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജാതികളുടെ മേലും പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാരുടെ മേൽ എന്നതുപോലെ ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് പകർന്നത് കണ്ടിട്ട് പരിച്ഛേദനക്കാരായ വിശ്വാസികൾക്ക് സ്തോത്രം വിസ്മയമുണ്ടായി, ആശ്ചര്യമുണ്ടായി, അതിശയം തോന്നി എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനപ്പെടുത്തി കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവാൻ പത്രോസ് കൽപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ജാതികളായ കൊർന്നല്യോസിന്റെ ഭവനക്കാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകരുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചു. അവരുടെ മേൽ ആത്മാവ് പകരുന്നത് കണ്ട് പരിച്ഛേദനക്കാരായ വിശ്വാസികൾക്ക് വിസ്മയമുണ്ടായി. അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കേണ്ടതിന് വേണ്ടി പത്രോസ് കൽപ്പന കൊടുക്കുകയും അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്തു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പെന്തക്കോസ്ത് നാളിൽ എന്ന പോലെ ഉണ്ടാകുന്ന മറ്റൊരനുഭവമാണ് എഫെസോസിൽ ചില ശിഷ്യന്മാർക്കുണ്ടായത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സംഭവം നമുക്കറിയാം. കൊർന്നല്യോസ് കൊരിന്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അനേകരെ സുവിശേഷം അറിയിച്ച ശേഷം അവൻ എഫെസോസിൽ എത്തിച്ചേർന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നത്. അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. ഏതാണ്ട് 12ഓളം ശിഷ്യന്മാരെയാണ് പൗലോസ് കാണുവാനിടയായി തീർന്നത്. അവരോട് പൗലോസ് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നാണ്. ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ വിശ്വാസമാണ് ഒരുവന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ കാരണമാകുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ശിഷ്യന്മാരുടെ മറുപടി, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവരുടെ സ്നാന വിഷയത്തിൽ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്നുള്ളതായ ചോദ്യമാണ് അടുത്തതായിട്ട് പൗലോസ് നടത്തിയത്. അപ്പോൾ യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറയുകയും ചെയ്തു.
യോഹന്നാൻ സ്നാനമത്രേ കഴിപ്പിച്ചത്. അവൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് കർത്താവിൻ്റെ ദാസൻ അവരോട് സംസാരിച്ചു. പൗലോസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പൗലോസ് സംസാരിച്ചതായ വചനം കേട്ട് അതിൽ വിശ്വാസം അർപ്പിച്ചതായ പ്രിയപ്പെട്ട ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പൗലോസ് ഈ ശിഷ്യന്മാരുടെ മേൽ കൈവച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. പരിശുദ്ധാത്മാവിനെ ലഭിച്ച ശേഷം പരിശുദ്ധാത്മാവ് നൽകിയ കൃപയനുസരിച്ചാണ് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. എഫെസോസിലുള്ളതായ മറ്റ് പ്രിയപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് എങ്ങനെയെന്ന് പൗലോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ദൈവത്താൽ നൽകപ്പെട്ടിരുന്ന ആ പരിശുദ്ധാത്മാവിനെ, വാഗ്ദത്തം ചെയ്തിരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായി ദൈവം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പഠിപ്പിക്കുന്നവർ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. വചനം കേട്ട് വിശ്വസിക്കുന്നവർക്കാണ് ദൈവം തൻ്റെ ആത്മാവിനെ നൽകുന്നത് എന്ന് ഇവിടെ തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലരും സ്തോത്രം അങ്ങനെയുള്ളതായ ഒരു ചിന്താഗതിയിലല്ല ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമെന്ന് പഠിപ്പിക്കുന്നു. അത് തികച്ചും വചനവിരുദ്ധമാണ് എന്ന കാര്യം മനസ്സിലാക്കുവാൻ പലർക്കും കഴിയുന്നില്ല. പാരമ്പര്യമായി ചില ക്രിസ്തു സഭകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ ആ പഠിപ്പിക്കലിനെ സ്വതം ആശ്രയിച്ചുകൊണ്ടാണ് അനേകരും വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ വചനത്തിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിനനുസരണമായിട്ട് വചനം പരിശോധിക്കുവാനും പലരും തയ്യാറാകുന്നില്ല. സ്തോത്രം. പാരമ്പര്യമായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്,
അത് തന്നെയാണ് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതായ ശാഠ്യത്തോടെയാണ് പലരും നിലകൊള്ളുന്നത്. അത്തരത്തിലുള്ളതായ ഒരു ചിന്താഗതി അനേകരുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നത് പൈശാചികമാണ്. സ്തോത്രം. ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ പരിശോധിച്ച് നോക്കുവാൻ തയ്യാറാകാതെ സ്തോത്രം പാരമ്പര്യത്തിൽ തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ സ്തോത്രം അത് പൈശാചികമാണ്. ഒരിക്കലും അത് പാടില്ല. തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതിന് നമുക്കൊരു സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്. സ്തോത്രം. വചനത്തെക്കുറിച്ച് പരിശോധന നടത്താതെ തീർച്ചയായിട്ടും നമുക്ക് സ്തോത്രം അതിൻ്റെ സത്യം ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ സ്തോത്രം പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ ദൈവം അവർക്കും കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ. ഇത് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നതാണ്. കർത്താവായി യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചു. ഇതേ ദാനത്തെ ദൈവം ജാതികളായ ഇവർക്കും, അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവർക്കും ഇത് ലഭിക്കുവാനിടയായി തീർന്നു എങ്കിൽ സ്തോത്രം അത് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ തടയുവാനായിട്ട് ഞാൻ ആരാണ്, എനിക്ക് എന്താണ് അധികാരം, എനിക്ക് എന്താണ് അവകാശം എന്ന് കർത്താവിൻ്റെ ദാസൻ പറയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം സൗജന്യമായി തന്നിൽ വിശ്വസിക്കുന്നതായ വിശുദ്ധന്മാർക്ക് നൽകുന്നതാണ്. സ്തോത്രം. ചിലരതിനെ സ്തോത്രം പ്രാപിച്ചെടുക്കണം, കാത്തിരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കലും പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. അത് വേദപുസ്തകത്തിൻ്റെ വ്യവസ്ഥയല്ല. കാത്തിരുന്നതും പ്രാപിച്ചതുമൊക്കെ പെന്തക്കോസ്ത് നാളിലാണ്. അതിനുശേഷം പിന്നീട് ഒരു കാത്തിരിപ്പിന് വേണ്ടി ഒരു ആലോചന ദൈവം നൽകിയിട്ടില്ല. ആരും ബലാത്കാരേണ പ്രാപിച്ചെടുക്കേണ്ടതുമല്ല പരിശുദ്ധാത്മാവെന്ന ദാനം. അത് ദൈവം സൗജന്യമായി തന്നിൽ വിശ്വസിക്കുന്നതായ ഭക്തന്മാർക്ക് നൽകുന്നതാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇവിടെ ശിഷ്യന്മാർക്കും അങ്ങനെ തന്നെ ലഭിച്ചു എന്നാണ് ശിഷ്യൻ പറയുന്നത്. കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ ദൈവം ജാതികളായ ഇവർക്കും കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആരാണ്. അപ്പോൾ ജാതികൾക്കും ഈ ദാനം ദൈവം സൗജന്യമായി നൽകിയതാണ് എന്നത് മനസ്സിലാക്കണം. ചിലരൊക്കെ സ്തോത്രം അത് പ്രാപിച്ചെടുത്തേ മതിയാകും, മാനസാന്തരപ്പെട്ടാൽ പോരാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പോരാ, സ്തോത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ ശഠിക്കുന്ന ചില ആളുകളെ ചില വേദികളിലൊക്കെ ചില ആളുകൾ കൂടിയിരിക്കുമ്പോഴൊക്കെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം സൗജന്യമായി നൽകാം എന്ന് പറഞ്ഞതായ ആ ദാനത്തെ പ്രാപിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചില പ്രകടനങ്ങൾ കണ്ട് ദൈവം ഭയപ്പെട്ടു നൽകുക അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും ശക്തമായി വാങ്ങിയെടുക്കുക എന്നൊക്കെ ഉള്ളതായ നിലയിൽ പഠിപ്പിക്കുന്നതും അത് ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും ഒക്കെ തെറ്റാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ളതായ ചിന്താഗതി ഒരിക്കലും ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇത് ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന്
ദൈവവചനം വളരെ വ്യക്തമാക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ടവനായി യേശുവിനെ നിങ്ങളുടെ മുൻപാകെ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ? സ്തോത്രം. നിങ്ങൾക്ക് ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ഗലാത്യയിലുള്ളതായ വിശുദ്ധന്മാർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയത് യാതൊരു വിധമാകുന്ന തങ്ങളുടെ സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ല. ദൈവവചനം അവർ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിനാലാണ് അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനിടയായി തീർന്നത് എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി അവരോട് സംസാരിക്കുകയാണ്. ധാരാളം വാക്യങ്ങൾ അതിനോട് ചേർന്ന് പറയുവാനുണ്ട്. ഞാൻ അതിനെല്ലാത്തിനും തയ്യാറാകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, അന്യഭാഷയെ സംബന്ധിച്ചാണ് ഞാൻ പ്രധാനമായിട്ടും ചിന്തിക്കുവാനിടയായി തീർന്നത്. അന്യഭാഷ എന്ന് പറയുന്നത്, സ്തോത്രം, ദൈവത്തിൻ്റെ കൃപാവരമാണ്. ആ കൃപാവരം ദൈവം തൻ്റെ സഭയ്ക്ക് നൽകുവാൻ ഉദ്ദേശിച്ചതിൻ്റെ കാര്യം ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ മുമ്പേ വായിച്ചതുപോലെ ഭാഷാവരം നിന്നു പോകും, പ്രവചനപരവും നീങ്ങിപ്പോകും, ജ്ഞാനവും നിന്നു പോകുമെന്നൊക്കെ നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അതിൻ്റെ കാരണവും അതിനുശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അംശമായിട്ട് മാത്രമേ അറിയുന്നുള്ളൂ. പൂർണ്ണമായി വരുമ്പോൾ, പൂർണ്ണമായത് ലഭിക്കുമ്പോൾ അംശമായതൊക്കെ നീങ്ങിപ്പോകുവാനിടയായിത്തീരുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭൂലോകത്തിലൊക്കെയും സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ശിഷ്യന്മാർക്ക് താൽക്കാലികമായിട്ട് നൽകിയ ഈ കൃപാവരം നീങ്ങിപ്പോകുന്നതിൻ്റെ കാരണം ഭൂലോകത്തിൻ്റെ എല്ലാ ഭാഷക്കാരുടെ ഇടയിലും സകല ആളുകളുടെയും ഇടയിൽ സുവിശേഷം എത്തിക്കഴിയുമ്പോൾ, സ്തോത്രം, അതത് ഭാഷക്കാരായി അതത് പ്രദേശങ്ങളിലുള്ള അതാത് മാതൃരാജ്യങ്ങളിലുള്ള മാതൃഭാഷക്കാരായ ആ പ്രിയപ്പെട്ടവരെ കർത്താവ് ഉപയോഗിക്കുവാൻ ആരംഭിക്കുമ്പോൾ, അന്യഭാഷികളായിരിക്കുന്ന വേറൊരു വ്യക്തിക്ക് അവിടെ കടന്നു ചെന്ന് സംസാരിക്കേണ്ടതില്ല. അതത് രാജ്യങ്ങളിലോ അതല്ലെങ്കിൽ അതത് ഭാഷക്കാരുടെ ഇടയിലുള്ളതായ പ്രിയപ്പെട്ടവർക്ക് തന്നെ ദൈവം അത്തരത്തിലുള്ളതായ കൃപകളെ നൽകി അവരെ അതത് ദേശങ്ങളിൽ ഉപയോഗിക്കുവാനിടയായിത്തീരും. അപ്പോൾ ഇതുപോലെയുള്ളതായ അന്യഭാഷയുടെയോ അന്യഭാഷകളുടെയോ ആവശ്യം വേണ്ടി വരികയില്ല എന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. കേരളത്തിൽ ദൈവവചനം സംസാരിക്കുന്നതിന് അന്യഭാഷയുടെ ആവശ്യമില്ല. കേരളീയമായ ഭാഷയിൽ, മലയാള ഭാഷയിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിയും, ദൈവവചനത്തിൻ്റെ സത്യം പ്രസംഗിക്കുവാൻ കഴിയും. ഇവിടെ സ്തോത്രം, കേരളത്തിലുള്ളവരോട് സുവിശേഷം പറയുന്നതിന് അന്യഭാഷ ഉപയോഗിക്കണമെന്ന് പറയുന്നത് പൈശാചികമാണ്, ദൈവികമല്ല. അത് ഒരിക്കലും സ്തോത്രം ദൈവികമായി കാണുവാൻ കഴിയുകയില്ല. കേരളത്തിലുള്ള വ്യക്തികളോട് സുവിശേഷം പറയുന്നതിന് അന്യഭാഷ ഉപയോഗിക്കേണ്ടത് കാര്യമില്ല. നമ്മുടെ മാതൃഭാഷയിൽ തന്നെ സംസാരിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ
സ്തോത്രം, ഓരോ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതത് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അതത് രാജ്യങ്ങളിലുള്ളതായ ഓരോ ഭാഷക്കാരും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവരവരുടേതായ രാജ്യത്തിൽ അവരവരുടെ ഭാഷകളിൽ സംസാരിക്കുവാൻ കഴിയും. അങ്ങനെ കർത്താവ് അവരെ ആ നിലയിൽ ഉപയോഗിക്കുവാനിടയായി തീരും. അന്ന് അന്യഭാഷയുടെയോ അന്യഭാഷികളുടെയോ ആവശ്യം വേണ്ടി വരികയില്ല സുവിശേഷ പ്രസംഗത്തിനായിട്ട്. തീർച്ചയായിട്ടും പ്രിയമുള്ള ദൈവമക്കളെ, സ്തോത്രം, ദൈവവചനത്തിൻ്റെ വസ്തുതകളെ മനസ്സിലാക്കാതെ ദൈവികമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവശബ്ദങ്ങൾ ഉണ്ടാക്കി അതെല്ലാം ദൈവാത്മാവിൻ്റേതാണെന്ന് ചിന്തിച്ചു കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയുകയില്ല. കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടെ പഠിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുക. സ്തോത്രം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു കൊടുക്കുക, വചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് തിരുവചനത്തിലൂടെ അല്പസമയം സംസാരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇളയവന ഭാഗ്യം നൽകിയത് കൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. അന്യഭാഷ എന്ന വിഷയം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ച് ദൈവഹിതമായാൽ അടുത്ത ആഴ്ചയിൽ മറ്റൊരു വിഷയം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഈ ഗ്രൂപ്പിലുള്ള അഡ്മിന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും കഴിവിക്കാർക്കും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും നന്ദി അറിയിക്കുന്നു. സർവ്വലോകനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വം കരയറ്റിക്കൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അല്പസമയം കർത്താവെ, നിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇളയവനെ സഹായിച്ചത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവെ, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണമെന്നുള്ളതായ നിന്റെ ആ സ്തോത്രം കർത്താവെ നിർദ്ദേശമനുസരിച്ച് അടിയൻ സംസാരിക്കപ്പെട്ടിരിക്കുന്നതായ വിഷയങ്ങൾ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തന്നെയെന്നടിയൻ വിശ്വസിക്കുന്നു. കർത്താവെ, ആരും നഷ്ടപ്പെട്ടു പോകാതെ പലവരോളം നിന്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുവാൻ അനേക ലക്ഷ്യങ്ങളെ എൻ്റെ അപ്പൻ ഒരുക്കിക്കൊള്ളുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിയ സമയത്ത് നേടിയനെ ബലപ്പെടുത്തിനായി സ്തുതിക്കുന്നു. തുടർന്നും കരങ്ങളിൽ വഹിച്ചുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വപരിചിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം, 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 സ്തോത്രം.